അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ وقد خاب من دساها. صدق الله مولانا العظيم. من سعادة المرء حسن الخلق صدق رسول الله. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഒരു പുതിയ വിഷയം സംസാരിച്ച് തുടങ്ങാനാണ് ഇന്ന് മുതൽ ഉദ്ദേശിക്കുന്നത്. ആ വിഷയം ഓരോ മുഅ്മിനും പഠിച്ചറിയേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന ഒരു വിഷയമാണ്. ആ വിഷയം ഒരാൾ പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തിയാൽ ഈ ലോക ജീവിതം തന്നെ സന്തോഷകരമായി തീരുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ഈ വിഷയം ഒരു കച്ചവടക്കാരൻ പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തിയാൽ ആ കച്ചവടക്കാരൻ്റെ കച്ചവടത്തിൽ പുരോഗതിയുണ്ടാകുന്നതാണ്. ഒരു തൊഴിലാളി ഈ വിഷയം പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തിയാൽ ആ തൊഴിലാളിയുടെ തൊഴിലിടത്ത് അദ്ദേഹം സംതൃപ്തനാകുന്നതാണ്. ഒരു കുടുംബനാഥൻ തൻ്റെ കുടുംബജീവിത സാഹചര്യങ്ങളിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ രംഗത്തോ സംഘടനാ രംഗത്തോ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകന്മാർ, നേതാക്കന്മാർക്കും അണികൾക്കും വിജയം കൈവരിക്കാനാകുന്നതാണ്. അങ്ങനെ ഈ ലോക ജീവിതം സന്തോഷത്തിലും സുഖത്തിലുമാക്കി തീർക്കുന്ന ഒരു വിഷയം. സർവോപരി മരിച്ചു ചെന്നാൽ നമ്മുടെ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വാക്കുകൾ, പ്രവർത്തികൾ തൂക്കിക്കണക്കാക്കുന്ന തുലാസിന്റെ നന്മയുടെ തട്ടിന് മുൻതൂക്കം നൽകുന്ന, ഭാരമാക്കിക്കളയുന്ന ഒരു വിഷയം. ഏതാണ് ഇത്ര പ്രസക്തമായ, പ്രാധാന്യമർഹിക്കുന്ന വിഷയം ഏതാണ്? അത് മറ്റൊന്നുമല്ല, ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. കഴിഞ്ഞ ഈദുൽ ഫിത്തർ പെരുന്നാളിന്റെ സന്ദേശണ ഭാഷണത്തിൽ സൂചന നൽകിയിരുന്നു. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, സമഗ്രമായി പഠിക്കേണ്ടുന്ന വിഷയമാണ് എന്ന്. സൽസ്വഭാവം. സൽസ്വഭാവത്തെ ഇഷ്ടപ്പെടാത്തവരാരാണ്? സകലരും സൽസ്വഭാവത്തെ ഇഷ്ടപ്പെടും, ദുസ്വഭാവങ്ങളെ സർവരും വെറുക്കും. അത് ഏത് രംഗത്തായാലും, പള്ളിയിലും പട്ടക്കാരിലും പണ്ഡിതന്മാരിലും മാത്രമല്ല. നല്ല സ്വഭാവമാണോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഈ നാട്ടിൽ നിന്ന് മറുനാടുകളിലേക്ക് കച്ചവടത്തിന് പോകുന്ന സഹോദരന്മാർ എന്നോട് പങ്കുവെച്ചിട്ടുണ്ട്. എന്ത്? വണ്ടിക്കച്ചവടത്തിനൊക്കെ വെളിയിൽ പോയാൽ ഹൈന്ദവ സഹോദരന്മാരോടും മാപ്പിളമാരോടും കച്ചവടം ചെയ്യുമ്പോൾ പേടി കുറവാ. കാക്കാമാരോട് കച്ചവടം ചെയ്യാൻ കുറച്ച് പേടിയാണ് എന്ന് ഇന്നാട്ടുകാരായ കച്ചവടക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഡീസന്റാ.
ഇടപാട് ചെയ്യുന്നിടത്ത് അവർ ഡീസന്റ്. വാസ്തവത്തിൽ സഹോദരന്മാരെ, സൽസ്വഭാവത്തിന്റെ വക്താക്കളാകേണ്ടത് നമ്മളാണ്. മറ്റുള്ളവരെക്കാൾ സൽസ്വഭാവം കാഴ്ചവെക്കാൻ അർഹതപ്പെട്ടവർ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരായ നമ്മളാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സൽസ്വഭാവത്തെക്കുറിച്ചും ദുസ്വഭാവത്തെക്കുറിച്ചും എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിക്കാം. ഫൽ ഖുലുഖുൽ ഹസനു സിഫത്തു സയ്യിദിൽ മുർസലീൻ. സൽസ്വഭാവമെന്നത് അംബിയാ മുർസലുകളുടെ നേതാവായ അധ്യക്ഷരായ തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണമാണ്, ഗുണമാണ്. സൽസ്വഭാവത്തിന്റെ മൂർത്തീഭാവം, സൽസ്വഭാവത്തിന്റെ പ്രതീകം, ലോകത്തിന്റെ മുൻപിൽ വിരിഞ്ഞ റോസാപ്പൂവ് പോലത്തെ പ്രതീകം നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഫത്താണ്, വിശേഷണമാണ് സൽസ്വഭാവം. വഅഫ്ളലു അഅമാലി സിദ്ദീഖീൻ. മഹാത്മാക്കളായ നബിമാര്, ഔലിയാക്കൾ, സിദ്ദീഖുകൾ, അവരുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും മുന്തിയ സൽക്കർമ്മമാണ്. സിദ്ദീഖുകൾ, ഔലിയാക്കൾ, അവർക്ക് കുറെ അമലുണ്ട്, അവർക്കൊരുപാട് നന്മകളുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്. അള്ളാഹ് പൊരുത്തപ്പെട്ട ഉന്നതരായ മഹാത്മാക്കൾ, അവരുടെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന അഫ്ളലായ സൽക്കർമ്മം അവരുടെ സൽസ്വഭാവമാണ്. വഹുവ അല തഹ്ഖീഖ് ശത്റുദ്ദീൻ. സൽസ്വഭാവം എന്നത് യഥാർത്ഥത്തിൽ ദീനിന്റെ പാതിയാണ്, 50%. ദീനിന്റെ 50% പകുതി എന്താണ്? പകുതി എന്താണ്? സൽസ്വഭാവമാണ്. ബാക്കിയുള്ള പകുതിയെ എന്തുള്ളൂ. തീർന്നില്ല മുഅ്മിനീങ്ങളെ. വസമറതു മുജാഹദത്തിൽ മുത്തഖീൻ. ഭക്തജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് സൽസ്വഭാവം. മുത്തഖികളുടെ, ഭക്തജനങ്ങളുടെ കഠിനാധ്വാനം. അതിലെന്തൊക്കെ ഉണ്ടാവും? എന്തൊക്കെ ഉണ്ടാവും? നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, ദുആ ഉണ്ടാവും, ദാനധർമ്മങ്ങൾ ഉണ്ടാവും, ഹജ്ജ് ഉണ്ടാവും, ഉംറ ഉണ്ടാകും. ഇതിന്റെ ഭക്തജനങ്ങളുടെ, മുത്തഖികളുടെ മുജാഹദയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്, സമറത്താണ്, വിഭവമാണ് സൽസ്വഭാവം. അവര് ഈ കഠിനാധ്വാനം ചെയ്തിട്ട്, മുത്തഖികൾ കഠിനാധ്വാനം ചെയ്തിട്ട് ആരാധനാനുഷ്ഠാനങ്ങളിലൂടെ മുന്നേറിയിട്ട് അവർക്ക് കിട്ടുന്ന പഴമാണ്, ഫലമാണ് എന്ത്? സൽസ്വഭാവം. മുത്തഖികൾ നിസ്കരിച്ചു, നോമ്പുവച്ചു, നന്മ ചെയ്തു, അതുകൊണ്ട് അവരെന്തായി തീർന്നു? സൽസ്വഭാവികളായി തീർന്നു. മാത്രമല്ല പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനരായ പുണ്യ റസൂലിനെ ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ചതെന്തിനാ? എന്തിനാ അയച്ചത്? അള്ളാന്റെ റസൂലിന്റെ നിയോഗം എന്തിനാണ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ? നമ്മൾ കുറെ കാക്കാമാരെ സൃഷ്ടിക്കാനോ ചില ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം ആചരിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനോ അല്ല. എന്തിനാ പുണ്യ തങ്ങൾ വന്നത്? അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഉത്തമമായ സവിശേഷമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം മാനവ മക്കളിൽ സ്ഥാപിച്ചെടുക്കാനാണ് അല്ലാഹു എന്നെ നിയോഗിച്ചത്. ശ്രദ്ധിക്കണേ, എന്തിനാ അള്ളാന്റെ റസൂല് വന്നത്? എന്നെയും നിങ്ങളെയും സംസ്കരിച്ച് നമ്മെ സൽസ്വഭാവികളാക്കി തീർക്കാൻ. ഇതിനാണ് വന്നത്. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, എന്റെ നിയോഗം തന്നെ എന്റെ ഉമ്മത്തിൽ സൽസ്വഭാവം വളർത്താനാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സൽസ്വഭാവികളാക്കി വാർത്തെടുക്കാനാണ് എന്റെ നിയോഗം തന്നെ എന്ന് അഷ്റഫുൽ ഖൽഖിന്റെ പ്രസ്താവന സ്വഹീഹായ ഹദീസിൽ കാണാം. ഈ സംസ്കരണം കിട്ടിയവര്
മുഹമ്മദിയായ സംസ്കരണം കിട്ടിയവര് തീർച്ചയായിട്ടും സൽസ്വഭാവികളായിരിക്കും. അല്ലാത്തവരോ ദുസ്വഭാവികളാകും. ദുസ്വഭാവത്തെക്കുറിച്ച് ദീൻ എന്താ പറയുന്നത്? നമുക്ക് വെറുപ്പല്ലേ? ആ കടയെ കയറാൻ കൊള്ളൂല, അയാളായിട്ട് ഇടപാട് ചെയ്യാൻ കൊള്ളില്ല, അയാളായിട്ട് കെട്ടുബന്ധം കൊള്ളില്ല, അയാളായിട്ട് സംസാരിക്കാൻ പറ്റില്ല, കാരണം ആള് പോക്ക, ഡീസന്റ് അല്ല. ദീൻ എന്താ ദുസ്വഭാവത്തെ കുറിച്ച് പറയുന്നത്? അൽ അഖ്ലാഖുൽ ഖബീസ, ദുസ്വഭാവങ്ങൾ ഹിയസ്മൂമുൽ ഖാതില, അത് കൊല്ലുന്ന നഞ്ഞാണ്, വധിച്ചു കളയുന്ന വിഷമാണ്. ഞാനൊരു ദുസ്വഭാവിയാണെങ്കിൽ ആ ദുസ്വഭാവം എന്നെ തന്നെ കൊല്ലുന്ന നഞ്ഞാണ്, വിഷമാണ്. നിങ്ങളെയും കൊല്ലുന്ന വിഷമായി എന്നിൽ അത് നിലനിൽക്കും. നിങ്ങൾ ദുസ്വഭാവികളാണെങ്കിൽ നിങ്ങളെയും മറ്റുള്ളവരെയും ഹനിച്ചു കളയുന്ന വിഷമായിട്ടത് അവശേഷിക്കും. വൽ ഖബായിസുൽ മുബഇദതു അൻ ജിവാരി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ തമ്പുരാന്റെ സവിധത്തിൽ നിന്ന്, സാമീപ്യത്തിൽ നിന്ന് അകറ്റുന്ന മാലിന്യങ്ങളാകുന്ന ദുസ്വഭാവം. ദുസ്വഭാവികളിൽ നിന്ന് മനുഷ്യന്മാര് മാറി നിൽക്കൂലേ? ഇല്ലേ? മനുഷ്യന്മാര് മാത്രല്ല, വൽ ഖബായിസുൽ മുബഇദതു അൻ ജിവാരി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടാതെ അകറ്റുന്ന മാലിന്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ള ദുസ്വഭാവങ്ങൾ. മാത്രമല്ല ഹിയ അംറാലുൽ ഖുലൂബ് വ അസ്ഖാമുൻ നുഫൂസ്, അത് ഹൃദയ രോഗങ്ങളാണ്, മനസ്സിന്റെ വ്യാധികളാണ്. വഹുവ മറലുൻ യഫൂതു ബിഹി ഹയാത്തുൽ അബദ്, ഇതേത് രോഗം അറിയോ? ഈ ദുസ്വഭാവങ്ങളാകുന്ന മനോരോഗങ്ങൾ ഏതു രോഗാന്നറിയോ? യഫൂതു ബിഹി ഹയാത്തുൽ അബദ്, പാരത്രിക ലോകത്തെ സുഖകരമായ നിത്യജീവിതം, ശാശ്വത ജീവിതത്തെ ഹനിക്കുന്ന, തകർക്കുന്ന രോഗമാണ് ദുസ്വഭാവങ്ങളാകുന്ന മനോരോഗം. ഈ ലോക ജീവിതത്തെ ഹനിക്കുന്ന, ഈ ലോക ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന, മരണകാരണമായേക്കാവുന്ന ശാരീരിക രോഗങ്ങൾ നമ്മെ ബാധിക്കുമ്പോൾ, ക്യാൻസർ, കിഡ്നി ഡാമേജ്, സ്ട്രോക്ക് അടക്കമുള്ള അപകടകരമായ രോഗങ്ങൾ നമ്മെ ബാധിക്കുമ്പോൾ, അത് ബാധിച്ചാൽ എന്താ സംഭവിക്കുക? ഈ ലോക ജീവിതം മിസ്സാവും, മാക്സിമം മരണം സംഭവിക്കും. ഇങ്ങനെ ഇത്തരം ശാരീരിക രോഗങ്ങൾ വരുമ്പോൾ ഞാനും നിങ്ങൾ എന്താ ചെയ്യാ? എന്ത് ത്യാഗവും ചെയ്യും, എത്ര രൂപയും മുടക്കും. ഡോക്ടർ പറഞ്ഞു അൾട്രാ സൗണ്ട് സ്കാൻ പോരാ, CT സ്കാൻ പോരാ, MRI തന്നെ ഇരുന്നോട്ടെ, ഓക്കെ, പൈസ നമ്മൾ നോക്കൂല. ട്രീറ്റ്മെന്റിന് ഇവിടെ നടക്കൂല, ചെന്നൈ അപ്പോളോ പോകണം, അപ്പ ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ അറേഞ്ച് ചെയ്യും. വെല്ലൂര് CMCയിൽ പോകണം, പണമുള്ളവരാണെങ്കിൽ ലണ്ടനിലോ അമേരിക്കയിലോ പോകണം. ഇതൊന്നും തെറ്റല്ലോ, ഇതൊന്നും തെറ്റല്ല. ശരീരത്തിന് രോഗം ബാധിച്ചാൽ നല്ല ട്രീറ്റ്മെന്റ് സ്വീകരിക്കൽ സുന്നത്താണ്, നല്ലതാണ്. പക്ഷെ നമ്മൾ അവിടെ അടിവരയിട്ട് ആലോചിക്കേണ്ട എന്താ അറിയോ? നമ്മുടെ ഈ ലോക ജീവിതത്തെ തകർക്കുന്ന, സർവോപരി പരലോക ജീവിതത്തെയും തകർക്കുന്ന മനോരോഗങ്ങളുടെ വ്യാധി ചികിത്സിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മോശക്കാരാണ്, സ്വഭാവത്തിലും മോശമാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഒരു മാർക്കറ്റും എവിടെ നമുക്ക് കിട്ടൂല. കിട്ടുമോ? ആളുകൾ അടുപ്പിക്കോ നമ്മളെ? പരലോക ജീവിതവും തകരും. രണ്ട് ലോക ജീവിതത്തെയും അടങ്കലും ഹനിക്കുന്ന, തകർക്കുന്ന മനോരോഗങ്ങളായ ദുസ്വഭാവങ്ങളെ ചികിത്സിക്കാൻ, അതിനൊരു ട്രീറ്റ്മെന്റ് കണ്ടെത്താൻ ഉള്ളത്തിനുള്ളിലെ വ്യാധി ചികിത്സിപ്പാൻ കൊള്ളുക നിപുണനായ ബിഷക്കിനെ എന്ന് കവി പറയുന്നുണ്ട്. സൂഫികളായ ഔലിയാക്കളിലെ കവികൾ പറയുന്നുണ്ട്, ഉള്ളത്തിനുള്ളിലെ വ്യാധി ചികിത്സിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഡോക്ടറെ നിങ്ങൾ കണ്ടെത്തണം. ആ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അനുയായികളായ അനന്തരാവകാശികളായ വൈദ്യന്മാരെ സമീപിച്ച് അഹങ്കാരത്തിന്, ആർത്തിക്ക്, കാമത്തിന്, കോപത്തിന് നിങ്ങൾ മരുന്ന് കണ്ടെത്തണേ എന്ന്. ഈ ചികിത്സക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഞാനും നിങ്ങളും 10,000 റുപ്യ മുടക്കാൻ തയ്യാറായിട്ടുണ്ടോ?
ചെന്നൈ വേണ്ട, ഒരു കോഴിക്കോട് വരെ ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്യാൻ കുറച്ച് സമയം ഇതിന് ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വിജയം, ഏത് രംഗത്തും വിജയം കിട്ടുന്നത് ഇവർക്ക് മാത്രം. ആർക്ക്? ആത്മസംസ്കരണത്തിലൂടെ സൽസ്വഭാവികളായവർക്ക് മാത്രമാണ് ഏത് രംഗത്തും. കച്ചവടത്തില്, കുടുംബജീവിതത്തില്, സാമൂഹ്യ രംഗത്ത്, തൊഴിലിടങ്ങളില്, ലോകത്ത്, രാഷ്ട്രീയ രംഗത്ത്, സംഘടനാ രംഗങ്ങളില് വിജയം വേണോ? ഇവിടെ ചികിത്സിച്ച് സൽസ്വഭാവികളാകണം. പരിശുദ്ധ ഖുർആൻ സൂറത്തു ശംസ് കൊച്ചു സൂറയാണല്ലോ, 9-10 ആയത്ത് എന്താ പറയുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖദ് അഫ്ലഹ, തീർച്ചയായിട്ടും വിജയിച്ചു. എവിടെ? ഖബറിൽ എന്നല്ല, പരലോകത്ത് എന്നല്ല, എവിടെയും തീർച്ചയായും വിജയിച്ചു. ആര്? മൻ സക്കാഹ, ആത്മസംസ്കരണത്തിലൂടെ സൽസ്വഭാവികളായവർ. ഖദ് അഫ്ലഹ, ഒരു സന്ദേഹവും വേണ്ട, നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. നിങ്ങൾ സംസ്കരിക്കപ്പെട്ട് സൽസ്വഭാവികളായാൽ തീർച്ച വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, മനസ്സിന്റെ നേച്ചർ മോശാണ്, എന്റേതും മോശാണ്, നിങ്ങളതും മോശാണ്. ഈ വക കച്ചറ സ്വഭാവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. അതിനൊന്ന് കഴുകി സംസ്കരിച്ചെടുക്കാൻ തുനിയാതെ ഉള്ള അവസ്ഥയിൽ മലിനപ്പെടുത്തി ചവിട്ടി താഴ്ത്തിയാൽ അതാണ് മന്ദസാഹ. മനസ്സിനെ അതിന്റെ മാലിന്യങ്ങളോടുകൂടെ ചവിട്ടി മെതിച്ചാൽ അവൻ തീർച്ചയായിട്ടും പരാജയപ്പെട്ടു. സ്വർഗം ആർക്കുള്ളതാന്ന് പറയുന്നുണ്ട്. സ്വർഗത്തെ വർണ്ണിച്ചുകൊണ്ട് സൂറത്തു തോഹയിൽ അല്ലാഹു പറയുന്നുണ്ട്, ജന്നാത്തു അദ്ൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. ജന്നാത്തു അദ്ൻ, സ്വർഗീയ ആരാമങ്ങൾ, തോട്ടങ്ങൾ, മനോഹരമായ സ്വർഗത്തോട്ടങ്ങൾ. ഉറങ്ങല്ലേട്ടോ, കുഴപ്പമില്ല, സൽസ്വഭാവികളൊക്കെ ഉറങ്ങും. ഇത് ഞങ്ങൾക്ക് ബാധകമായ വിഷയമല്ല, ഞങ്ങൾ ഓൾറെഡി സൽസ്വഭാവികളാണ്, ഉറങ്ങിക്കോളൂ, കുഴപ്പമില്ല. അല്ലാത്തവരൊക്കെ ഒന്ന് കേട്ടത് നന്നായിരിക്കും കേട്ടോ. ഇത് ചെറിയൊരു വിഷയമായിട്ട് നിങ്ങൾ ആരും തള്ളണ്ട. ഇത് കേട്ടാൽ നിങ്ങളെ വീട്ടിൽ ഭാര്യന്റെ അടുത്ത് നിങ്ങൾക്ക് സുഖം ഉണ്ടാവും, മക്കളടുത്ത് സുഖം ഉണ്ടാവും, അയൽക്കാരടുത്ത് സുഖം ഉണ്ടാവും, നിങ്ങളെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ സുഖം ഉണ്ടാവും. ഓൾറെഡി അതൊക്കെ സുഖത്തിൽ സ്മൂത്തായിട്ട് പോകുന്നവർ ഉറങ്ങിക്കോ, കുഴപ്പമില്ല, എനിക്ക് പരാതിയില്ല. അല്ലാത്തവരൊന്ന് ഉണർന്ന് കേട്ടാൽ നന്നായിരിക്കും ഈ വിഷയം. നല്ല മെഡിസിൻ അപ്പൊ പറയുന്നത്. ഖുർആൻ സപ്ലൈ ചെയ്യുന്ന 1.5 മെഡിസിൻ. അത് നിങ്ങൾ ലക്ഷങ്ങളൊന്നും മുടക്കണ്ട. ഒന്ന് കണ്ണും കൽബും ഒന്ന് തുറന്നിട്ട് ഇച്ചിരി നേരം, 1/2 മണിക്കൂർ ഒന്ന് ഇരുന്നാൽ നിങ്ങൾക്ക് ഈ മെഡിസിൻ ഉപകരിക്കും. സ്വർഗത്തെ അള്ളാഹു മനോഹരമായി വർണ്ണിച്ച് പറയാൻ, ജന്നാത്തു അദ്ൻ, സ്വർഗീയ ആരാമങ്ങൾ, തോട്ടങ്ങൾ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ ആറുകൾ ഒഴുകുന്ന മനോഹരമായ ഏദൻ പറുദീസകൾ. ഖാലിദീന ഫീഹാ, ചില ആളുകൾ അവിടെ നിത്യവാസികളായിരിക്കും. ആരാണ് അവിടെ നിത്യവാസികൾ? വദാലിക ജസാഉ മൻ തസക്കാ, മനസ്സിനെ സംസ്കരിച്ച് സൽസ്വഭാവികളായി തീർന്നവർക്കുള്ള ഗിഫ്റ്റാണത്. വദാലിക ജസാഉ മൻ തസക്കാ, മനസ്സിനെ സംസ്കരിച്ച് സൽസ്വഭാവികളായവർക്കുള്ള പ്രതിഫലമാണ് ആ സ്വർഗീയ തോട്ടങ്ങൾ എന്ന് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ സൽസ്വഭാവികളാകണം. സമ്പൂർണ്ണ സംസ്കരണം ലഭിച്ച, സമ്പൂർണ്ണ സ്വഭാവ മഹിമയുടെ ഉടമയായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഖുർആനിലൂടെ വർണ്ണിച്ച് പറഞ്ഞ കൂട്ടത്തിൽ കാണാം, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും നബിയെ അവിടുന്ന് അങ്ങ് ഉന്നതമായ, മഹിതമായ, ഉത്തമമായ സൽസ്വഭാവത്തിന്റെ ഉടമ തന്നെയാണ് നബിയെ. അങ്ങ് ഒരു സംശയം വേണ്ട, ഉന്നതമായ, ഉദാത്തമായ സൽസ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങളെ അല്ലാഹ്. പരിശുദ്ധ റസൂലിന്റെ ആ സൽസ്വഭാവത്തിന്റെ സൗരഭ്യം അവിടത്തെ മിത്രങ്ങളായ സ്വഹാബാക്കൾ മാത്രമല്ല ആസ്വദിച്ചത്, പിന്നെയോ അവിടത്തെ ശത്രുക്കൾക്കും
പുണ്യ റസൂലിന്റെ ഉന്നതമായ സൽസ്വഭാവം ആസ്വദിക്കാനും അനുഭവിക്കാനുമായി എത്രയെത്ര കഠിന വിരോധികളാണ്, എത്രയെത്ര കൊടിയ ശത്രുക്കളാണ്. ആരംഭപ്പൂവായ സയ്യിദുൽ മുർസലീനായ റഹ്മത്തുൽ ലിൽ ആലമീനായ അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിയ ശത്രുക്കളിൽ എത്രയെത്ര പേരാണ് ആ ഉന്നതമായ സൽസ്വഭാവം കണ്ട് ശത്രുത മതിയാക്കി മിത്രങ്ങളായി ചേർന്ന് നിന്നത് മാറിയത്. എത്ര ആൾക്കാരുണ്ട്? ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു. പ്രകോപനങ്ങളും പ്രലോഭനങ്ങളുമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം വന്ന് ഛർദിക്കുന്ന വർഗീയവാദികൾ, എക്സ് മുസ്ലിമുകൾ, യുക്തിവാദികൾ, അവർ ചരിത്രത്തെ നോക്കുന്നത് തിമിരം ബാധിച്ച കണ്ണുകളോടെ മഞ്ഞക്കണ്ണട വെച്ചുകൊണ്ടാണ് ചരിത്രം നോക്കുന്നത്. ഞാൻ ഒരൊറ്റ സംഭവം, ചരിത്ര കിതാബുക്ക് പോകുന്നില്ല. ഖുർആൻ കഴിഞ്ഞാൽ പിന്നത്തെ പ്രധാനപ്പെട്ട പ്രമാണമായ ഹദീസ്, അതിൽ ഏറ്റവും ഉന്നതമായ കിതാബായ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഒരൊറ്റ സംഭവം, മുത്ത് റസൂലിന്റെ ഉത്തമ സ്വഭാവം, സൽസ്വഭാവത്തിനൊരു ഉദാഹരണം, ശത്രുക്കൾ മിത്രങ്ങളായി മാറാനുണ്ടായ സൽസ്വഭാവത്തിന് ഒരൊറ്റ എക്സാമ്പിൾ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന്. എല്ലാവരും കേട്ടോളൂ, എനിക്കിത് പാടാണ്, നിങ്ങൾക്കും പാടാണ്. നിങ്ങൾ യമാമക്കാരനായ സുമാമ എന്ന മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യമാമക്കാരനായ സുമാമ. യമാമ മദീനയിലല്ല, ഇന്നത്തെ സൗദിയുടെ ക്യാപിറ്റലായ റിയാദ് എന്ന് പറയപ്പെടുന്ന പ്രദേശമാണ് പഴയ യമാമ. യമാമയിൽ നിന്ന്, റിയാദിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് 800 ചില്ലറ കിലോമീറ്റർ ഉണ്ട്, 900ഓളം കിലോമീറ്റർ ഉണ്ട്. റിയാദുകാരനായ സുമാമ തന്റെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് വണ്ടി കയറി. എന്തിന്? ആരംഭപ്പൂ മുത്ത് റസൂലിന് എതിരെ പ്രവർത്തിക്കാൻ. തന്റെ നാട്ടിൽ വെച്ച് അള്ളാന്റെ റസൂലിനെ കുറിച്ച് കേട്ട വാർത്തകൾ ശുഭകരമായിരുന്നില്ല. മോശം വാർത്തകൾ കേട്ട് ഉള്ളു നിറയെ വിദ്വേഷം നിറച്ച് വെറുപ്പും ശത്രുതയും സ്റ്റോർ ചെയ്ത് യമാമയിൽ നിന്ന്, റിയാദിൽ നിന്ന് മദീനയിലേക്ക് സുമാമ എന്ന വ്യക്തി വണ്ടി കയറി റസൂലിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി. മദീനയിലെത്തിയപ്പോൾ മഹാന്മാരായ സ്വഹാബക്കൾ ഈ സുമാമയെ അറസ്റ്റ് ചെയ്തു, പിടിച്ചു. വിധ്വംസക പ്രവർത്തനം നടത്താൻ പുറത്തുനിന്ന് വന്ന ആള് പിടികൂടി. എന്നിട്ട് എന്താ ചെയ്തത്? ബുഖാരിയിൽ കാണാം, ഫറബതുഹു ബിസാരിയത്തിൻ മിൻ സിവാരിൽ മസ്ജിദി. അന്ന് ലോക്കപ്പില്ല, ജയിലറല്ല. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ബന്ധിപ്പിക്കല. മദീന പള്ളിയുടെ തൂണുകളിൽപ്പെട്ട ഒരു തൂണിൽ ഈ സുമാമയെ പിടിച്ച് കെട്ടിയിട്ടു. അറസ്റ്റില് മദീനത്തെ പള്ളിയിലെ തൂണിൽ ഇയാളെ ചങ്ങലിൽ കെട്ടിയിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് അറസ്റ്റിൽ ബന്ധനത്തിൽ കിടക്കുന്ന സുമാമയുടെ അടുത്ത് വന്നു. ഇയാൾ മോശക്കാരനല്ല, സയ്യിദു അഹ്ലിൽ യമാമ, അന്നത്തെ റിയാദിലെ ജനങ്ങളുടെ നേതാവാണ്. ബന്ധനത്തിൽ ഇയാൾ കിടക്കുമ്പോൾ റസൂലുള്ള പുഞ്ചിരി തൂകി. ഇങ്ങനെയൊക്കെ വിധ്വംസകപ്പം ഒരുത്തന വിദേശത്തുനിന്ന് മുംബൈ സ്ഫോടന കേസിലെ പ്രതിനെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുത്തത്? ഇനി അയാളെ എങ്ങനെ അജ്മൽ കസബിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആയിക്കോട്ടെ. രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം ആര് നടത്തിയാലും നമ്മളെ സമുദായം നോക്കേണ്ട കാര്യമല്ല, തക്ക ശിക്ഷ കിട്ടണം. പക്ഷെ അവരോടൊക്കെ അനുവർത്തിക്കുന്ന ഒരു രീതി റസൂലുള്ള എന്താ ചെയ്തത്? ഈ ആളെ കണ്ടപ്പോ പുഞ്ചിരി തൂകിയിട്ട് ചോദിച്ചു, മാ എന്തൊക്കെയാ സുമാമ, എന്തുണ്ട് വിശേഷം? എന്താ ഇപ്പൊ നിന്റെ അടുക്കൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എന്താ നിന്റെ മനസ്സിലിരിപ്പ്? എന്താ ഇപ്പൊ മനസ്സിന്റെ ധാരണ എന്താ? ഫഖാല ഇന്ദി ഖൈറുൻ യാ മുഹമ്മദ്. എന്റെ കാര്യം ഓക്കെ മുഹമ്മദേ, താങ്കൾക്ക് വേണമെങ്കിൽ എന്നെ വെട്ടിക്കൊല്ലാം, അല്ലെങ്കിൽ കനത്ത ശിക്ഷ തരാം. മോചന ദ്രവ്യം വേണമെങ്കിൽ, മോചനത്തുക വേണമെങ്കിൽ യമാമയിൽ നിന്ന് എന്റെ കുടുംബത്തെ വിളിച്ചു വരുത്തിയാൽ മോചനത്തിനുള്ള തുക എത്തിച്ചു തരാം. നീ വെറുതെ വിടണമെങ്കിൽ വെറുതെ വിടാം, മുഹമ്മദിന്റെ ഇഷ്ടം. റസൂലുള്ള ചിരിച്ചുപോയി, മറുപടി പറയാനൊന്നും നിന്നില്ല. എന്താ വർത്താനം എന്ന് ചോദിച്ചപ്പോ, എന്റെ വർത്താനം സുഖമാണ്, വേണമെങ്കിൽ എന്നെ കൊന്നോ അല്ലെങ്കിൽ അടിച്ചോ അല്ലെങ്കിൽ വെറുതെ വിട്ടോ, മോചനത്തിന് എന്തെങ്കിലും തുക വേണമെങ്കിൽ എത്തിച്ചു തരാം. റസൂലുള്ള ഒന്നും മിണ്ടാതെ പോയി. പിറ്റേ ദിവസം ഈ ചങ്ങലയിൽ തൂണിൽ കിടക്കുന്ന സുമാമയെ കണ്ടപ്പോ, മാ ഇന്ദക്കയാ സുമാമ, ഇന്നലത്തെ സമീപനത്തിൽ വല്ല മാറ്റം ഉണ്ടോ? എന്താ അവസ്ഥ? ഇന്നലെ പറഞ്ഞേനെ, വേറൊന്നും പറയാല്ല.
അന്നും തങ്ങൾ പോയി. മൂന്നാമത്തെ ദിവസം വന്നിട്ട് ചോദിച്ചു, എന്താ സുമാമ വിവരങ്ങള്, എന്താ ഇപ്പൊ നിന്റെ സമീപനത്തിലുള്ള മാറ്റമുണ്ട്? ഏയ്, എന്റെ നിലപാടുള്ള ആളാ ഞാൻ ഇന്നലെ വേണമെങ്കിൽ കൊന്നോ, വെറുതെ വിട്ടോ, എന്തു ചെയ്തോ, എനിക്കൊരു മാറ്റമില്ല. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, അത്ലിഖു സുമാമ, കഴിച്ചു വിടാൽ പോക്കോട്ടെ. ഏയ്, എന്താ പറഞ്ഞത്? പാറ പോലത്തെ മനസ്സ്, ഒരു സമീപനത്തിനൊരു മാറ്റമില്ല. അത്ലിഖു സുമാമ, യമാമയുടെ നേതാവായ ഈ മനുഷ്യൻ നമ്മുടെ മദീനയിൽ ഭിന്നിപ്പും ശത്രുതയും വളർത്താൻ, സത്യദീനിനെ എതിർക്കാൻ വണ്ടി കയറി വന്ന ആളാ. നമുക്ക് 10 പൈസ വേണ്ട. അത്ലിഖു സുമാമ, കയറഴിച്ചു വിടൂ, പൊക്കോട്ടെ അയാള്. കയറഴിച്ചു സഹാബക്കള്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്നില്ല. ഇനി ഇവിടെ കച്ചറ ഉണ്ടാക്കാൻ നിൽക്കുക, ഞാൻ പോകുന്നില്ല. എന്താ പിന്നെ തീരുമാനം? ഇപ്പൊ കാണിച്ചേരാ തീരുമാനം. പുറത്തു പോയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വന്ന് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഒറ്റ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് അദ്ദേഹം നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ചരിത്രത്തിലെ തങ്കലിപികളാണത്. ഇസ്ലാമിനെ കുതിരകേറുന്ന, നിരന്തരം വിമർശിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ, പ്ലാറ്റ്ഫോമിൽ ഛർദിച്ചുകൊണ്ടിരിക്കുന്ന ടീം ഇതൊന്ന് കണ്ടെങ്കിൽ, അവർ കാണാത്തോണ്ടല്ല, അവരെടുക്കൂലത്. ചരിത്രത്തിലെ തങ്കലിപികൾ സ്വഹീഹുൽ ബുഖാരിയിൽ അതാ, മുസ്ലിമിൽ അതാ. എന്താ അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്നറിയോ? വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക ഫഅസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി ഇലയ്യ. വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക ഫഅസ്ബഹ ദീനുക അഹബ്ബദ്ദീനി ഇലയ്യ. വല്ലാഹി മാ മിൻ ബലദിൻ അബ്ഗള ഇലയ്യ മിൻ ബലദിക ഫഅസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി ഇലയ്യ യാ റസൂലല്ലാഹ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ ഭൂമിയിൽ പല മനുഷ്യ മുഖങ്ങളുമുണ്ട് റസൂലേ. ഈ മുഖങ്ങളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള, അറപ്പുള്ള മുഖം അങ്ങയുടെ മുഖമായിരുന്നു. 3 ദിവസം ഞാൻ ഇവിടെ സൽക്കാരത്തിന് വന്നതല്ല, വിരുന്നുകാരനായി പാർത്തതല്ല. അറസ്റ്റിൽ, ചങ്ങലയിൽ 3 ദിവസം അങ്ങയുടെ മുന്നിൽ കിടന്നതാണ്. ആ കിടപ്പിനിടെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം ഈ ഭൂമിയിലെ എനിക്ക് പ്രിയപ്പെട്ട മുഖമായി മാറി. എനിക്ക് ഈ ലോകത്തൊരാദർശമുണ്ടെങ്കിൽ, ഏറ്റവും വെറുപ്പുള്ള ദീനുണ്ടെങ്കിൽ, ആദർശമുണ്ടെങ്കിൽ അത് തങ്ങളുടെ ദീനായിരുന്നു. എന്നാൽ 3 ദിവസത്തെ ചങ്ങലക്കെട്ടിൽ കിടന്നുള്ള ജീവിതം കൊണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദീന് അങ്ങയുടെ ദീനായി മാറി. വല്ലാഹി മാ മിൻ ബലദിൻ, ഒരു നാടിനോടും ഈ മദീനയോടുള്ള വെറുപ്പ് എനിക്കുണ്ടായിരുന്നില്ല. ഏറ്റവും വെറുക്കുന്ന നാട് മദീനയായിരുന്നു. ഫഅസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് അങ്ങയുടെ നാടായ മദീനയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ സാഹചര്യം നമുക്കറിയാം. വഖഫ് ഭേദഗതി ബില്ല് അപ്പം ചുട്ടെടുക്കുന്നത് പോലെയാണ് സെൻട്രൽ ഗവൺമെന്റ് ചുട്ടെടുത്തത്. എന്താ വഖഫ് ഭേദഗതി നിയമം? നമ്മെ പ്രകോപിപ്പിക്കുക. ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ, ഈ മുസ്ലിങ്ങളെ നയിക്കുന്ന നേതാക്കന്മാർ, ഒത്തിരി സംഘടനകൾ അവരോടൊരഭിപ്രായവും ചോദിക്കാതെ, അവർ മുന്നോട്ട് വെച്ച ഓപ്ഷനുകൾ തിരസ്കരിച്ചുകൊണ്ട്, അവരുടെ അഭിപ്രായങ്ങളെ അവഗണിച്ചുകൊണ്ട് ചുട്ടെടുത്ത വഖഫ് ഭേദഗതി നിയമം. ഒരു ലോജിക്കും അതിലില്ല, ഒരു ശാസ്ത്രീയതയും നീതിബോധവും അതിലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പള്ളിയും മദ്രസയും അള്ളാഹുവിന്റെ സ്വത്തായ പ്രോപ്പർട്ടികളായ വഖഫ് കൈകാര്യം ചെയ്യാൻ ഇതര മതസ്ഥർ വേണം പോലും. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങൾ വേണ്ട, ചർച്ചുകളുടെ ഭരണങ്ങളിൽ മുസ്ലിങ്ങൾ വേണ്ട. എന്തിനാത്? ഓരോ മതവിഭാഗങ്ങളും അവരുടെ പ്രോപ്പർട്ടികൾ കൈകാര്യം ചെയ്യട്ടെ, മനോഹരമായി ഭരിക്കട്ടെ. അവിടെ കുത്തിത്തിരിപ്പിനായി. ഇതെന്തിനാന്നറിയാം നിങ്ങൾക്ക്? അവർക്ക് തന്നെ അറിയത് ശരിയല്ല. പക്ഷേ ഡിവൈഡ് ആൻഡ് റൂൾ ബ്രിട്ടീഷുകാർ ഇവിടെ പുറത്തെടുത്ത സിസ്റ്റമാണത്. വിഭജിക്കുക, ഭിന്നിപ്പിക്കുക, ഭരണം നിലനിർത്തുക. ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടി നമ്മെ കുത്തി നോവിക്കുക. ഇതന്നെ ടാർഗറ്റ്.
അങ്ങനെ ചുട്ടെടുത്ത സമയം ഇനി അത് സുപ്രീം കോടതിയിലേക്ക് പോവാണ്. ഇവിടുത്തെ മതസംഘടനകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, വ്യക്തികളൊക്കെ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിക്കാണാം. നല്ലൊരു വിധിക്ക് വേണ്ടി പ്രതീക്ഷിക്കാം. അതോ ബാബരി വിധി പോലെ ആകുമോ അറിയില്ല. അള്ളാഹു നല്ല വിധി നമ്മുടെ വഖഫ് ഭൂമികളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിലൂടെ നമുക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനത്തെ സാഹചര്യം, സർവോപരി കേരള മണ്ണ്, വർഗീയതയ്ക്ക് വേരോട്ടം കിട്ടാത്ത നാളിതുവരെ വേരോട്ടം കിട്ടിയില്ലാത്ത മനോഹരമായ കേരള മണ്ണ് നിരന്തരം നടേശ സുരേന്ദ്രാദികൾ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുത്തിനോവിക്കുക. മലപ്പുറത്ത് റമദാൻ മാസം ഹോട്ടൽ തുറക്കാത്തൊക്കെ കുറ്റം. അന്ന് ആളെ കിട്ടൂല, മുസ്ലിങ്ങൾക്കൊക്കെ നോമ്പല്ലേ. ഹോട്ടൽ അടച്ചത് കുറ്റം. അവിടെ വന്നാൽ പലർക്കും ശ്വാസം മുട്ടുകയാണ് പോലും. 100 കണക്കിന് ഹോട്ടലുണ്ട്. മലപ്പുറം പട്ടണത്തിലെ കുന്നുമ്മൽ ജുമാ മസ്ജിദ്, മസ്ജിദുൻ നൂറിനോട് തൊട്ടു ചേർന്നുള്ള ഹോട്ടലിന്റെ പേരാണ് ശ്രീകൃഷ്ണ ഹോട്ടൽ. അവിടുത്തെ ഉസ്താദിനും വല്ലാക്കാക്കും അവിടെ ചായ ഫ്രീയാ. ആ ശ്രീകൃഷ്ണ ഹോട്ടൽ റമദാനിലുണ്ട്. മഞ്ചേരി എത്ര ഹോട്ടലുണ്ട്? 100 കണക്കിന് ഹോട്ടൽ. ആരും അടപ്പിക്കാൻ പോകുന്നില്ല. കോഴിക്കോട് എത്ര ഹോട്ടലിൽ? ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ മദ്യത്തിൽ ലീവിന് പോയപ്പോ എന്റെ 5 വയസ്സായ കൊച്ചുമക്കളുടെ ചികിത്സാർത്ഥം പോയപ്പോ പിള്ളേര് പറഞ്ഞു വിശക്കണു. എന്ത് ചെയ്യാൻ പറ്റും? കയ്യിൽ കരുതിയ ഒന്നുമില്ല. ആ കൊച്ചുമക്കൾക്ക് വേണ്ടി ഹോട്ടലിൽ കയറി ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നമുള്ളത് ഇതെന്താ? അവർക്ക് പൊളിറ്റിക്സാ ലക്ഷ്യം, രാഷ്ട്രീയ നേട്ടം. അവർക്ക് എന്നെ അറിയാം. നമ്മൾ ഇതിലൊന്നും പ്രകോപിതരാകാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താ അറിയോ? ഇതിലൊന്നും നമ്മൾ പ്രകോപിതരാകണ്ട. ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ലക്ഷ്യം അധികാരമാണ്. ഭിന്നിപ്പിച്ച് അധികാരം നേടുക എന്ന ഗൂഢതന്ത്രമാണ്. അവരെ തിരുത്താൻ കഴിയൂല. അവരോട് വസ്തുത എത്ര പറഞ്ഞെടുത്തിട്ടും കാര്യമില്ല. പക്ഷേ സത്യം മനസ്സിലാക്കിയ ഒത്തിരി ഹൈന്ദവ സഹോദരങ്ങൾ, സത്യം മനസ്സിലാക്കിയ ഒരുപാട് ക്രൈസ്തവ സഹോദരന്മാർ, എന്തിനാ വികാരിമാര്, അച്ഛന്മാര്, പിതാക്കന്മാർ തന്നെ പരസ്യമായി കേരളത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വഖഫ് ഭേദഗതി നിയമത്തിനെ ക്രിസ്ത്യൻ കൗൺസിൽ അംഗീകരിച്ചത് അക്രമമായി പോയി. നാളെ നമ്മുടെ പ്രോപ്പർട്ടിക്കെതിരെ സെൻട്രൽ ഗവൺമെന്റ് ഇറങ്ങി പുറപ്പെട്ടാൽ, മുസ്ലിം സഹോദരന്മാർ അതിന്റെ കൂടെ കൂടിയാൽ നമ്മുടെ വികാരം എന്തായിരിക്കും എന്ന് വരെ ചില വികാരിമാർ ഉച്ചത്തിൽ ചോദിച്ചു. പല സ്വാമിമാരും ഇത്തരത്തിലുള്ള നടപടികളെ വിമർശിച്ചു. നമ്മളെ വിമർശിക്കുന്ന ആളുകളിൽ തന്നെ ഭൂരിഭാഗവും അബദ്ധത്തിൽ, ചതിയിൽ, തെറ്റിദ്ധാരണയിൽ പെട്ടുപോയ കുറെ ആൾക്കാരുണ്ട്, ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും. അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത്? മുത്ത് റസൂലിന്റെ ഈ സമീപനം ഉണ്ടല്ലോ, യമാമക്കാരനായ സുമാമയോട് കാഴ്ചവെച്ച ആ ഒരു റൂട്ടുണ്ടല്ലോ, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം. ആ സൽസ്വഭാവത്തോടു കൂടെ തന്നെ നമ്മൾ ഈ നാട്ടിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കുക. നല്ല മനസ്സിന്റെ ഉടമകളായ സഹോദര സമുദായത്തിലെ ആളുകൾ നമ്മുടെ ഗുണഗണങ്ങൾ കണ്ട് നമ്മുടെ കൂടെ നിൽക്കട്ടെ. ഇത് നമ്മളെ പ്രകോപിപ്പിക്കാനാ. നമ്മൾ പ്രകോപിതരാവില്ല. ഇങ്ങനെ നിരന്തരം പ്രകോപനം ഉണ്ടാവുമല്ലോ. അതിൽ നമ്മൾ പ്രകോപിതരാകാതെ നല്ലവരായ സഹോദര സമുദായത്തിലെ ആളുകളോട് നല്ല നിലയിൽ വർത്തിച്ച് നമുക്ക് വിജയം കൈവരിക്കാനാകണം. അതാണ് സുമാമയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ബന്ദി, വെറും ബന്ദിയല്ല. വിദ്വേഷം ജനിപ്പിക്കാൻ, വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കടന്നു വന്ന ബന്ദി ആ ബന്ധനത്തിൽ 3 ദിവസം കിടന്നിട്ട് മുത്ത് റസൂലിന്റെ ഹുസ്നുൽ ഖുലുഖ് കണ്ട്, സൽസ്വഭാവം കണ്ട് സത്യദീനിലേക്ക് കടന്നു വന്ന ചരിത്രം. നമ്മൾ ഇതിൻ്റെ ആൾക്കാരാകണം. എന്ന് വെച്ച് ന്യായമായ സമരമാർഗങ്ങൾ നമുക്കാകാം. ഗവൺമെന്റ്, രാജ്യം അംഗീകരിക്കുന്ന പ്രതിഷേധ സ്വഭാവങ്ങൾ നമുക്കാകാം. എന്ന് വെച്ച് നമ്മൾ മറ്റു ക്രൈസ്തവ വിഭാഗത്തിന്റെ അധ്യക്ഷന്മാരിൽ പലരും ഇതല്ലേ എടുത്തത്, ഇനി കിടക്കട്ട മാപ്പിളാരെന്ത് പാടില്ല. സെൻട്രൽ ഗവൺമെന്റ് ഇനി ഹിന്ദുക്കളൊക്കെ നമ്മുടെ ശത്രുക്കൾ വേണ്ട. നമുക്ക് നമ്മുടെ അത് റസൂലുള്ള കാഴ്ചവെച്ചപ്പോ അതുകൊണ്ട് വിജയം കിട്ടി. അതാണ് നമ്മുടെ വിജയത്തിന്റെ ഇന്ധനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാ ഈ വിഷയം വലിയ വിഷയമാണ്. എന്താണ് സൽസ്വഭാവം? ആരെ കണ്ടാലും കഴുത ഇളിക്കണം, വരി ഇളിക്കണം എന്നാണോ? അല്ല.
ഏത് തോന്നിയാസം കണ്ടാൽ ചിരിക്കണം എന്നാണോ? അല്ല. എന്താ സൽസ്വഭാവം? അത് നമുക്ക് പഠിക്കണ്ടേ? അത് ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് മാർഗം, അതിന്റെ മഹത്വം എന്തൊക്കെയാണ് അള്ളാഹു പറഞ്ഞത്, നമുക്ക് പഠിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സൽസ്വഭാവികളാക്കി തീർക്കുമാറാകട്ടെ.